കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ വനിതാ ഫോറം സമ്മേളനം ചെറായി സഹോദരൻ സ്മാരകത്തിൽ നടന്നു. കൺവീനർ റോസിലി എം.ഡിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ കെ.എം. തോമസ് ഉദ്ഘാടനം ചെയ്തു. സി.എൽ. റാഫേൽ, ജോർജ് കെ.ജെ, പി.വി. മുഹമ്മദ് അലി, പി. രവീന്ദ്രൻ, വി.എ. രമേഷ്, ഹരികുമാർ ടി, ഗോകുൽനാഥൻ കെ.കെ, രാമചന്ദ്രൻ നായർ വി.എൽ, സി.വി. പൗലോസ്, എ.വി. ജോൺ, കെ.എൻ. ചന്ദ്രദാസ് തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. എ. ലീലാവതി സ്വാഗതവും എം.എ. ആശാദേവി നന്ദിയും രേഖപ്പെടുത്തി. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ സംഘടനയിൽ നമ്മുടെ നേതാക്കന്മാരോട് ഒത്തൊരുമിച്ച് സംസ്ഥാന, ജില്ലാ, താലൂക്ക് എല്ലാ നേതാക്കന്മാരോടും സഹകരിച്ച് നമ്മൾ പ്രവർത്തിച്ച് നമ്മളുടെ പ്രവർത്തനം വളരെയധികം മുമ്പോട്ട് പോകും. ഇപ്പോൾ എറണാകുളം ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം മുമ്പോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? സംസ്ഥാനം തൊട്ട് ജില്ലാ തൊട്ട് നമ്മുടെ താലൂക്കിലെ ഭാരവാഹികൾ, അതിനോട് ബന്ധപ്പെട്ട നമ്മുടെ സംഘടനാ അംഗങ്ങൾ, അവരാണ് ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത്. സഹകരണ പ്രസ്ഥാനം വളർന്നെങ്കിൽ കാലങ്ങളായി ഈ മേഖലയിൽ പ്രവർത്തിച്ചു വന്ന സഹകരണ ജീവനക്കാരും അതുപോലെ തന്നെ ഈ മേഖലയെ എൻ്റെ സ്വന്തമായിട്ട് വളർത്തിക്കൊണ്ടുവന്ന അതായത് സമൂഹത്തിലെ ഉന്നതരായ സഹകാരികളും സർക്കാരിൻ്റെ പ്രോത്സാഹനവും ഒക്കെ കൊണ്ട് ആണ് ഈ നിലയിൽ വന്നത്. എനിക്ക് തോന്നുന്നു ബേബിയോണിൻ്റെ കാലത്താണ് സഹകരണ നിക്ഷേപ സമാഗം തുടങ്ങിയത്. ഇപ്പോൾ ആ കാലത്ത് നമുക്ക് ഏകദേശം 65% ഇൻക്രീസ് ഉണ്ടായി. അന്ന് നമ്മുടെ ആസ്തി എത്ര 1000 കോടിയിൽ താഴെ, 2 ലക്ഷം പോയിട്ടില്ല അല്ലേ? അന്ന് 1000 കോടിയിൽ താഴെയല്ലേ? അപ്പോൾ 2014 കഴിഞ്ഞ് ഇപ്പോഴത്തെ സ്ഥിതി എന്താ? ഇപ്പോൾ പെൻഷൻ ബോർഡ് നമ്മുടെ പെൻഷൻകാരൻ്റെ പ്രതിനിധി എന്ന് പറഞ്ഞാൽ ഏകദേശം 2000 കോടി രൂപയുണ്ടെന്നാണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? 65% നമുക്ക് കൂട്ടി തന്നിട്ടും പെൻഷൻ ബോർഡിൽ സംഖ്യ ഇരട്ടിയായി വർദ്ധിച്ചു. പെൻഷൻ വർദ്ധിപ്പിച്ചുകൊണ്ട് പെൻഷൻ ബോർഡ് നശിച്ചു പോവില്ല. 95-ലാണ് നമ്മുടെ പെൻഷൻ സ്കീം വരുന്നത്, 97-ലാണ് നമ്മുടെ സംഘടന വരുന്നത്. കഴിഞ്ഞ 10-25 വർഷക്കാലത്ത് ശക്തമായ പോരാട്ടം കൊണ്ടാണ് അന്നത്തെ ചെറിയ ആനുകൂല്യങ്ങൾ ഇന്ന് ഇത്രത്തോളം എത്തിയത്. അതുകൊണ്ട് ഞാൻ പ്രസംഗം നീട്ടുന്നില്ല, ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ഏതായിരുന്നാലും നമ്മളൊരു നല്ലൊരു യോഗം നടത്താനായിട്ട് കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. ജോർജ് ഏതായാലും ഇവരെല്ലാം സംഘടിപ്പിച്ചതല്ലേ, അതിനൊരു നന്ദി പറയാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ എണീക്കും. സത്യമായിട്ട് അവരുടെ പ്രസംഗം ഞാൻ കേട്ടല്ലോ. പിന്നെ ഞാൻ സ്റ്റേറ്റ് കമ്മിറ്റി കൊണ്ടുപോകാനുള്ളൊരു അവസ്ഥയൊക്കെ അങ്ങനെ ആലോചിച്ചു. അതായത് വനിതകളുടെ മാത്രമുള്ള വിപുലമായ സമ്മേളനത്തിൽ ഇവരുടെ അഡ്വോക്ക് കമ്മിറ്റി, ഇപ്പം നിലവിലുള്ള അഡ്വോക്ക് കമ്മിറ്റി അടുത്ത 2025 വരെ തുടരുകയാണ്. അവർ ഈ പരിപാടികളൊക്കെ വീണ്ടും ക്രമീകരിക്കും. ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത് ഈ സമ്മേളനം വൻ വിജയമാക്കിയ എറണാകുളം ജില്ലയിലെ എല്ലാ താലൂക്ക് കമ്മിറ്റികളും, വിശിഷ്യ ഈ സമ്മേളനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത ഈ കൊച്ചി താലൂക്കിനോടുള്ള ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തിയില്ലെങ്കിൽ അതൊരു നന്ദികേടാകുമെന്നുള്ളതുകൊണ്ട് അവർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് ഇവിടെ നടന്ന ഈ വിജയകരമായ യോഗത്തിൽ പങ്കെടുത്ത ഈ വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികൾ, സംസ്ഥാന കമ്മിറ്റിയുടെയും ജില്ലാ കമ്മിറ്റിയുടെയും ഭാരവാഹികൾ, താലൂക്ക് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, വനിതാ ഫോറത്തിൻ്റെ കൗൺസിൽ അംഗങ്ങൾ, പിന്നെ ഈ യോഗത്തിൽ പങ്കെടുത്ത് വിജയിപ്പിച്ച ഈ യോഗത്തിൽ പങ്കെടുത്ത ഓരോരുത്തരും യൂണിയൻ്റെ ഓരോ അംഗങ്ങളെയും ഈ വനിതാ ഫോറത്തിൻ്റെ ഒരു കൗൺസിൽ അംഗം എന്നുള്ള നിലയിലും നമ്മളുടെ യൂണിയനും വേണ്ടി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.